സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ഇടുക്കിയിൽ മരം വീണ് സ്ത്രീ മരിച്ചു. കണ്ണൂരിലും കോഴിക്കോട്ടും കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നു. ഇടുക്കി ചക്കുപള്ളത്ത് കനത്ത മഴയിൽ മരം ഒടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. തമിഴ്നാട് സ്വദേശി 55-കാരിയായ എലിസബത്താണ് മരിച്ചത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് മരം ഒടിഞ്ഞു വീണത്. ശക്തമായ കാറ്റിൽ മരം വീണ് വീട് തകർന്നു. ഇടുക്കി പൂപ്പാർ സ്വദേശി ഗോമതിയുടെ വീടാണ് തകർന്നത്. കോഴിക്കോട് ശക്തമായ മഴയിൽ സ്കൂളിന്റെ കിണർ ഇടിഞ്ഞു താണു. മീഞ്ചന്ത NSS UP സ്കൂളിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കുറ്റിയാടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിൽ മരം വീണു. കണ്ണൂർ ചെറുപുഴ പാടിയോട്ടുചാലിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പുതിയ വീട്ടിൽ രാജേഷിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. പാലക്കാട് മനശ്ശേരിയിൽ വീടിന്റെ ചുമറിടിഞ്ഞു വീണ് ഓട്ടോറിക്ഷ തകർന്നു. പനഞ്ചിക്കൽ സജീഷ് പ്രകാശിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും തകർന്നത്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ കോട്ടയത്തെ താഴ്ന്ന പ്രദേശങ്ങളായ ഇല്ലിക്കലിലും തിരുവാർപ്പിലും വെള്ളം കയറി. അട്ടപ്പാടിയിൽ ശക്തമായ മഴയിൽ മരം റോഡിലേക്ക് വീണ് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നതോടെ പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.